ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിൽ മൊഡ്യൂൾ 6 സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീനിനെ കുറിച്ചാണ് കേട്ടോ. മീൻ അഥവാ മാധ്യം എന്ന് പറയും. ഓക്കെ, അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഫസ്റ്റത്താണ് മീൻ. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് നോക്കാം, നമ്മളിതുവരെ ചെയ്ത ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലാസിൻ്റെ ഉയർന്ന പരിധിയും താഴ്ന്ന പരിധിയും യഥാക്രമം 10, 20 എന്നിവയാണ്. ക്ലാസിൻ്റെ മധ്യവില എത്രയാണ്? ഒരു ക്ലാസിൻ്റെ ഉയർന്ന പരിധിയും താഴ്ന്ന പരിധിയും യഥാക്രമം 10, 20 എന്നാണ്. ഓക്കെ, അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. ക്ലാസിൻ്റെ മധ്യവില എത്രയാണെന്നാ? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതിയാണ് ഈ മധ്യവില എന്ന് പറയുന്നത്. അപ്പോൾ 20ക്ക് 30 കൂട്ടിയാൽ 20ക്ക് 10 കൂട്ടിയാൽ 30 കിട്ടും. 30ൻ്റെ പകുതി 15. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാ വരിക? ആണോ, 10 + 20 30ൻ്റെ പകുതി 15. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ വരിക. ഓക്കെ, ദെൻ താഴെ പറയുന്നവയിൽ ഏതുതരം ഗ്രാഫാണ് ഒരു കണ്ടിന്യൂസ് ഡാറ്റയ്ക്ക് അനുയോജ്യമായത്? കണ്ടിന്യൂസ് എന്നായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തുടരാവർത്തനം, കണ്ടിന്യൂസ് ഫ്രീക്വൻസി, തുടരാവർത്തനം. ഹിസ്റ്റോഗ്രാം, ബാർ ഡയഗ്രാം, പൈ ചാർട്ട് ഇവയൊന്നും അനുയോജ്യമല്ല. ഇവയൊന്നുമല്ല മുകളിൽ പറഞ്ഞവയെല്ലാം എന്നൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു കൺഫ്യൂഷൻ വരിക അല്ലേ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ഓരോ ടേംസുകളും നന്നായിട്ട് പഠിക്കണം. നമ്മൾ ഹിസ്റ്റോഗ്രാം, ബാർ ഡയഗ്രാം, പൈ ചാർട്ടൊക്കെ പറഞ്ഞു. ഇതിലേതാണ് നമ്മൾ കണ്ടിന്യൂസ് ഡാറ്റയ്ക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലേ, ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രത്തിൽ പറഞ്ഞാണ്. ഏതാണ് കണ്ടിന്യൂസ് ഡാറ്റയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്? അത് ഹിസ്റ്റോഗ്രാമാണ്. ഓക്കെ, ദെൻ രണ്ടു തരം ഒജീവുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്നും നേരിട്ട് കാണാവുന്നത് ഏത്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞാണ് ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും, അഥവാ ആരോഹണ സഞ്ചിതാവർത്തി വക്രവും അവരോഹണ സഞ്ചിതാവർത്തി വക്രവും. ഇത് രണ്ടും കൂടിയും കൂട്ടിമുട്ടുന്ന ബിന്ദു എന്ന് പറയുന്നത് എന്താണ്? അത് മീഡിയൻ ആണ്, അഥവാ മധ്യാങ്കം എന്ന് മലയാളത്തിൽ പറയും. ഇവിടെ മീഡിയൻ എന്നാണ് തന്നിട്ടുള്ളത്, ഇംഗ്ലീഷിന് മലയാളത്തിൽ എഴുതികരിച്ചാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, പൈ ചാർട്ടിൻ്റെ ആകെ കോണളവ്. പൈ ചാർട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ആദ്യം ടോട്ടൽ കോണളവ് അറിയണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റയുടെ കോണളവ് ചോദിക്കും. അപ്പോൾ ആ കോണളവ് കാണാനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പൈ ചാർട്ടിൻ്റെ കോണളവ് എത്രയാണ്? അത് 360 ആണ്. പൈ ചാർട്ട് നമ്മൾ സർക്കിൾ വരച്ചിട്ടല്ലേ വരക്കുന്നത്. ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? അത് 360 ആണ്. ഓക്കെ, ദെൻ ഒരു സഞ്ചിതാവർത്തി വക്രത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നത് വിലകൾക്കും ആവർത്തിക്കും അനുസരിച്ച്, വിലകൾക്കും സഞ്ചിതാവർത്തിക്കും അനുസരിച്ച്, ആവർത്തിക്കും സഞ്ചിതാവർത്തിക്കും അനുസരിച്ച്. ഇതൊന്നുമല്ല. ഒരു സഞ്ചിതാവർത്തി വക്രത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നത് എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്തൊക്കെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ പറയുന്നത് വിലകൾക്കും ആവർത്തിക്കും. വിലകൾക്കും സഞ്ചിതാവർത്തി വക്രം വിലകൾക്കും എന്തിനിടയിലാണ്? വിലകൾക്കും സഞ്ചിതാവർത്തിക്കും അനുസരിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ആ വക്രം അല്ലെങ്കിൽ സഞ്ചിതാവർത്തി വക്രം വരക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ഗ്രാഫും ഡയഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. നമുക്കിനി അടുത്തത് കേന്ദ്ര പ്രവണത, സെൻട്രൽ ടെൻഡൻസി എന്താന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഓക്കെ, കുറച്ച് സെൻട്രൽ ടെൻഡൻസികൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാധ്യത്തിനെ കുറിച്ചിട്ടാണ്, അഥവാ എന്താ പറയുക, മീൻ. ഓക്കെ, ഒരു വിതരണത്തിലെ ഏത് വിലക്ക് ചുറ്റുമാണ് പ്രാപ്താംഗങ്ങൾ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രവണത കാണിക്കുന്നത്? ആ വിലയെ കേന്ദ്ര പ്രവണതാമാനം അഥവാ ശരാശരി എന്ന് പറയും. ഓക്കെ, കേന്ദ്ര പ്രവണതാമാനം അഥവാ ശരാശരി എന്ന് പറയുന്നു. ഓർത്തോളാം, സെൻട്രൽ ടെൻഡൻസി, സെൻട്രലോട്ട് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് സെൻട്രൽ ടെൻഡൻസി കൊണ്ട് അർത്ഥാക്കുന്നത്. കേന്ദ്ര പ്രവണത, കേന്ദ്രം സെൻട്രലോട്ട്. ഓക്കെ, ഡാറ്റയിലെ കൂടുതൽ വിലകളും ഏത് വിലയ്ക്ക് ചുറ്റുമാണ് കൂടിച്ചേരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരൊറ്റ വിലയാണ് ശരാശരി. വേറൊരു ഡെഫിനിഷൻ
എന്താണ് ശരാശരി? ഡാറ്റയിലെ കൂടുതൽ വിലകളും അഥവാ ഒട്ടുമിക്ക വിലകളും ഏത് വിലയ്ക്ക് ചുറ്റുമാണ് കൂടിച്ചേരുന്നതെന്ന് സൂചിപ്പിക്കുന്ന ഒരൊറ്റ വിലയാണ് ശരാശരി. ആർത്തർ ലിയോൺ ബൗളിയുടെ എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആദ്യ പാഠപുസ്തകമായി കണക്കാക്കുന്നു. ഓർത്തോളാം, ഇംഗ്ലീഷ് ഭാഷയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആദ്യ പാഠപുസ്തകമായി കണക്കാക്കുന്നത് എന്താണ്? എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? അത് ആരുടേതാണ്? ആർത്തർ ലിയോൺ ബൗളിയുടെ. ഓക്കെ, അപ്പോൾ കേന്ദ്ര പ്രവണതാമാനം എന്താണ്? ഒരു വിതരണത്തിലെ ഏത് വിലക്ക് ചുറ്റുമാണ് പ്രാപ്താംഗങ്ങൾ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രവണത കാണിക്കുന്നത്? ആ വിലയെ കേന്ദ്ര പ്രവണതാമാനം അഥവാ ശരാശരി എന്ന് പറയുന്നു. ഡാറ്റയിലെ കൂടുതൽ വിലകളും ഏത് വിലക്ക് ചുറ്റുമാണ് കൂടിച്ചേരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരൊറ്റ വിലയാണ് ശരാശരി. ആർത്തർ ലിയോൺ ബൗളിയുടെ എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആദ്യ പാഠപുസ്തകമായി കണക്കാക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ വിവിധ തരം കേന്ദ്ര പ്രവണതാ മാനങ്ങൾ ഏതൊക്കെയാന്നുള്ളത് നോക്കാൻ പോകണം. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. മാധ്യം മീൻ, മധ്യാംഗം മീഡിയൻ, മോഡ് ജാമിതീയ മാധ്യം ജോമെട്രിക് മീൻ, സന്തുലിത മാധ്യം ഹാർമോണിക് മീൻ. ഇത്രയാണ് നമുക്ക് കേന്ദ്ര പ്രവണതാ മാനങ്ങളിൽ പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മീനാണ് അഥവാ മാധ്യം. മീൻ അഥവാ മാധ്യം. അസംസ്കൃത ഡാറ്റ, റോ ഡാറ്റ. നമുക്കറിയാം റോ ഡാറ്റ ഉണ്ട്, ഫ്രീക്വൻസി ടേബിൾ ഉണ്ട്, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ട്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ട്. ഇങ്ങനെ 3 തരം രീതികളാണ് നമുക്കുള്ളത്. ഈ 3 രീതിയിലും എങ്ങനെയാണ് മാധ്യം അല്ലെങ്കിൽ മീൻ കാണുന്നത് എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ 3 മെത്തേഡുകളും വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻസുകളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അസംസ്കൃത ഡാറ്റ, റോ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ എക്സ് ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് അല്ല, കുറേ എക്സുകൾ ഇങ്ങനെ കോമട്ട് x1 കോമട്ട് ഇങ്ങനെ പോകും. എക്സ് അഥവാ 2, 4, 6, 8 ഇങ്ങനെ കുറേ നമ്പറുകൾ നമുക്ക് ഇങ്ങനെ കോമട്ട് തരും. ഇങ്ങനെ തരുന്ന നമ്പറുകളെയാണ് നമ്മൾ റോ ഡാറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ മീൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ്. തന്നിരിക്കുന്ന എല്ലാ നമ്പറുകളും കൂട്ടുക, അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. അതാണ് അസംസ്കൃത ഡാറ്റയുടെ, റോ ഡാറ്റയുടെ മീൻ അഥവാ മാധ്യം. ഇനി വേറിട്ട ആവർത്തി പട്ടിക അഥവാ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ, അതായത് ഒരു ടേബിളിന് ഒരു നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി 1-ന് 2, 2-ന് 3, 3-ന് 5 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ഇവിടെ എക്സ് ഉണ്ടാവും, ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രീക്വൻസി ഉണ്ടാവും. ഇതിന് നമ്മൾ എഫ് എക്സ് എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ടാക്കണം. എഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 2 2, 2 × 3 6, 3 × 5 15. എന്നിട്ട് ഇതിൻ്റെ സമ്മ്, അതാണ് സിഗ്മ എഫ് എക്സ്. ഈ കോളത്തിൻ്റെ സമ്മ് കാണണം. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ. എന്താണ് ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സമ്മ്. ടോട്ടൽ എണ്ണത്തിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ അഥവാ സം ഓഫ് ഫ്രീക്വൻസി. ഇതാണ് വേറിട്ട ആവർത്തി പട്ടിക. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എൻ. എന്താണ് ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയുന്നത്? സിഗ്മ എഫ്. ഇതേ ഇക്വേഷൻ തന്നെയാണ് തുടരാവർത്തി പട്ടികയ്ക്കും വരുന്നത്, അഥവാ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ. 0 to 10, 10 to 20, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫ്രീക്വൻസി 2, 4 എന്ന് പറഞ്ഞ് ഇതിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കണം, അഥവാ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് എക്സ്. 0-ൻ്റെയും 10-ൻ്റെയും മിഡ് വാല്യൂ 5, 10-ൻ്റെയും 20-ൻ്റെയും 15. ഇതാണ് എക്സ് ആയിട്ട് നമ്മൾ പരിഗണിക്കുക. ഇതാണ് ഫ്രീക്വൻസി. അതിനുശേഷം വീണ്ടും എഫ് ഇൻറ്റു എക്സ് ചെയ്യുക, പിന്നെ സിഗ്മ എഫ് കാണുക, ഇക്വേഷനിൽ കൊടുക്കുക. ഓക്കെ, നമുക്കിത് ഓരോന്നും ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ക്വസ്റ്റ്യൻസുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. മാധ്യത്തിൻ്റെ ഗണിത പ്രത്യേകതകൾ. മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മീൻ. മാധ്യത്തിൽ നിന്നും എല്ലാ വിലകൾക്കുമുള്ള അന്തരങ്ങളുടെ തുക എല്ലായ്പ്പോഴും 0 ആയിരിക്കും. മാധ്യത്തിൽ നിന്നും എല്ലാ വിലകൾക്കുമുള്ള അന്തരങ്ങളുടെ തുക, അതായത് നമ്മളൊരു മീൻ കണ്ടിട്ട് ഒരു മാധ്യം കണ്ടതിന് ശേഷം എന്ത് ചെയ്യാണ്? ആ മാധ്യത്തിൽ നിന്നും എല്ലാ വിലകളിലേക്കുള്ള വ്യത്യാസം കാണുക, അഥവാ എക്സ് മൈനസ് എക്സ് ബാർ കണ്ടിട്ട് അതിൻ്റെ സമ്മ് കണ്ടാൽ നമുക്ക് 0 കിട്ടും. ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു എന്താണ്? 0 ആണ്. അഥവാ എക്സ് എന്ന് പറയുന്ന ഓരോ വേരിയബിളും അതൊക്കെ നമ്മൾ എക്സ് ബാർ നിന്ന് മൈനസ് ചെയ്യുക, എക്സ് മൈനസ് എക്സ് ബാർ കാണാം. അതിൻ്റെ സമ്മ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും.
അടുത്ത് ഒരു ഡാറ്റയിലെ പ്രാപ്താംഗങ്ങളുടെ അന്തരങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക ഏറ്റവും കുറവാകുന്നത് മാധ്യത്തിൽ നിന്നും അന്തരങ്ങൾ എടുക്കുമ്പോഴാണ്. അതായത് ഒരു ഡാറ്റയിലെ പ്രാപ്താംഗങ്ങളുടെ അന്തരങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക, അതായത് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താവണത്, ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും കുറവാകുന്ന കേട്ടോ. ഒരു ഡാറ്റയിലെ പ്രാപ്താംഗങ്ങളുടെ അന്തരങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക, അതായത് ഓരോ അന്തരങ്ങളും ഇപ്പോൾ എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു ഇത് കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ കാണുകയാണ് നമ്മൾ. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയറിൻ്റെ സമ്മ് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം, മീൻ ആയിരിക്കണം. ആ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം, മീൻ ആയിരിക്കണം. അപ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും ചെറിയ വില കിട്ടുക. ഓക്കെ, ഇനി രണ്ടാമത് സംഭവം മനസ്സിലായില്ലേ, നമുക്ക് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ കാണുമ്പോൾ അതിൻ്റെ സമയം ഏറ്റവും ചെറിയ വില കിട്ടണമെന്നുണ്ടെങ്കിൽ എ എന്തായിരിക്കണം, മാധ്യമായിരിക്കണം. ഇനി മൂന്നാമത്തത് x1 x2 x3 x4 xn എന്നിവയുടെ മാധ്യം എക്സ് ബാർ ആണെങ്കിൽ x1 പ്ലസ് ഓർ മൈനസ് എ, x2 പ്ലസ് ഓർ മൈനസ് എ എക്സെട്ര xn പ്ലസ് ഓർ മൈനസ് എ എന്നിവയുടെ മാധ്യം എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് എ ആയിരിക്കും. അതായത് ഒരു ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്, ആ ഡാറ്റയുടെ മാധ്യവും തന്നിട്ടുണ്ട്. ഒരു ഡാറ്റയും തന്നിട്ടുണ്ട്, ആ ഡാറ്റയുടെ മാധ്യവും തന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലുള്ള ഓരോ ഒബ്സർവേഷനും ഓരോ നമ്പറിൻ്റെയും കൂടെ നമ്മൾ ഒരു നമ്പർ കൂട്ടുകയോ അല്ലെങ്കിൽ കുറക്കുകയോ ചെയ്താൽ, കണ്ടോ പ്ലസ് ഓർ മൈനസ് ആണ്, കൂട്ടുകയോ കുറക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന നമ്പറിൻ്റെ മാധ്യം എന്ന് പറയുന്നത് ആദ്യം കിട്ടിയ മാധ്യത്തിൻ്റെ കൂടെ ആ നമ്പർ കൂട്ടുകയോ കുറക്കുകയോ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 ഇതിൻ്റെ മാധ്യം എന്ന് പറയുന്നത് എത്രയാണ്, 5 വരെ എടുക്കാം നമുക്ക്. ഇതിൻ്റെ മാധ്യം എന്ന് പറയുന്നത് എത്രയാണ്, ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് 3 ആണ് അല്ലേ. 3 2 5 6 10 15, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ് ഇതിൻ്റെ മീൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ് ബാർ എന്ന് പറയുന്നത് 3 ആണ്. ഇതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ 2 കൂട്ടി, ഒന്നിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ എത്രയാ, 3 കിട്ടും. 2ൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴോ 5 കിട്ടും. 3ൻ്റെ കൂടെ 1 പ്ലസ് 2 കൂട്ടിപ്പോൾ എത്ര കൂട്ടുകാരന്, 2 കൂട്ടിപ്പോൾ, 1ക്ക് 2 കൂട്ടുമ്പോൾ 3, 2ക്ക് 2 കൂട്ടുമ്പോൾ 4, 3ക്ക് 2 കൂട്ടുമ്പോൾ 5, 4ക്ക് 2 കൂട്ടുമ്പോൾ 6, 5ക്ക് 2 കൂട്ടുമ്പോൾ 7, 1ക്ക് 2 കൂട്ടിയപ്പോൾ 3, 2ക്ക് 2 കൂട്ടിയപ്പോൾ 4, 3ക്ക് 2 കൂട്ടിയപ്പോൾ 5, 4ക്ക് 2 കൂട്ടിയപ്പോൾ 6, 5ക്ക് 2 കൂട്ടിയപ്പോൾ 7. ഇനി ഇതിൻ്റെ മാധ്യം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയേ, 4 3 7, 7 അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി, 7 3 10, 6 4 10, 10 5 15, സോറി തെറ്റിപ്പോവാണല്ലോ, 7 3 10, 6 4 10, അപ്പം തന്നെ 20, 25 25/5 എത്രയാ, 5. നോക്കിയാ, അത് ആദ്യത്തെ മീനായ 3ൻ്റെ കൂടെ ആ കൂട്ടിയ നമ്പർ കൂട്ടിയാൽ പോരെ, കണ്ടോ 5. ഇതാണ് ഇവിടെ പറഞ്ഞത്. നമുക്കൊരു ഒബ്സർവേഷൻ തന്നിട്ടുണ്ടാകും, ആ ഒബ്സർവേഷൻ ഒരു മീനും ഉണ്ടാവും. ആ ഒബ്സർവേഷൻ്റെ കൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒരു നമ്പർ കൂട്ടി. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടി കിട്ടുന്ന നമ്പറുകളുടെ മാധ്യം എന്ന് പറയുന്നത് ഈ മാധ്യത്തിൻ്റെ കൂടെ ആ നമ്പർ കൂട്ടിയാൽ മതി. ഇനി കുറക്കുകയാണെന്നുണ്ടെങ്കിലോ ഈ നമ്പറിൽ നിന്ന് മാധ്യം കുറച്ചാൽ മതി. ഓക്കെയാണേ, ഓക്കെ. ഇനി അടുത്ത് x1 x2 x3 x4 xn എന്നിവയുടെ മാധ്യം എക്സ് ബാർ ആണ്. എല്ലാ പ്രാപ്താംഗങ്ങളെയും പി എന്ന് പറയുന്നത് ഈ 0 അല്ല, വേറൊരു നമ്പർ കേട്ടോ, എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന പുതിയ പ്രാപ്താംഗങ്ങളുടെ മാധ്യം p ഇൻറ്റു എക്സ് ബാർ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1 2 3 ചെറിയ നമ്പറുകളെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. 1 2 3 ഇതിൻ്റെ മാധ്യം എത്രയാണ്, 2 ആണ്. ഇതിൻ്റെ എക്സ് ബാർ എത്രയാണ്, 2 ആണ് അല്ലേ. 3 2 5 6 6/3 2 ആണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ചെറിയ നമ്പറുകൾ എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന പറയും, ഈ നമ്പറിനൊക്കെ ഒരു 2 കൊണ്ട് അല്ലെങ്കിൽ 3 കൊണ്ട് ഗുണിക്കുക. 1 × 3 3, 2 × 3 6, 3 × 3 9. ഇതിൻ്റെ മീൻ എത്രയാ, 6 3 9, 9 9 18, 18/3 എത്രയാ, 6. ഞാൻ ഇതിനെല്ലാത്തിനെയും എന്തുകൊണ്ടാണ് ഗുണിച്ചത്, 3 കൊണ്ടല്ലേ ഗുണിച്ചത്. അപ്പം എനിക്ക് കിട്ടിയ മീൻ 6 ആണ്. ആദ്യത്തെ മീനിനെയും 3 കൊണ്ട് ഗുണിച്ച് നോക്കിയേ, 2 × 3 6 കണ്ടോ. ഓക്കെ, അപ്പം അതാണ് പറഞ്ഞത്, നമ്മൾ പ്രാപ്താംഗങ്ങൾ അതിലുള്ള ഓരോ നമ്പറിനെയും ഏത് നമ്പർ കൊണ്ടാണോ ഗുണിക്കുന്നത് ആ നമ്പർ കൊണ്ട് എന്ത് ചെയ്താൽ മതി, മീനിനെയും ഗുണിച്ചാൽ മതി. നമ്മൾ പിന്നെ ഓരോന്ന് ഗുണിച്ചാണ്ട് പിന്നെ അതിൻ്റെ ഒബ്സർവേഷൻ കണ്ടിട്ട് ചിലപ്പോൾ ഇതൊക്കെ 3 ഉള്ളൂ, ചിലപ്പോൾ 100 നമ്പർ എക്സെട്ര ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് ഇരുന്ന് കൂട്ടലും ഗുണിക്കലും നടക്കൂലല്ലോ.
ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കട്ടോ. ഈ ലാസ്റ്റ് പറഞ്ഞ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റതും നോക്കി വെക്കുക കേട്ടോ. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ എന്താണ്? 0 ആണ്. അതേപോലെ തന്നെ സിഗ്മ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഏറ്റവും ചെറിയ സംഖ്യ കിട്ടണമെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? മീൻ ആയിരിക്കണം, മാധ്യമായിരിക്കണം. പിന്നെ ഒരു ഒബ്സർവേഷൻ്റെ ഡാറ്റ തന്നിട്ട് അതിൻ്റെ മീനും എക്സ് ബാർ ആണ് തന്നിട്ടുണ്ട്. ഈ നമ്പറിൻ്റെ കൂടെ എല്ലാം ഒരു സംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് കിട്ടുന്ന നമ്പറുകളുടെ മാധ്യം എന്ന് പറയുന്നത് ആദ്യത്തെ മാധ്യത്തിൻ്റെ കൂടെ ആ സംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഒരു നമ്പറിൻ്റെ ഒക്കെ മീൻ എക്സ് ബാർ ആണ്. ഈ നമ്പറുകളെ ഒക്കെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഗുണിച്ചു. അപ്പോൾ കിട്ടുന്ന നമ്പറുകളെയും മാധ്യം എന്ന് പറയുന്നത് ആദ്യത്തെ മാധ്യത്തിന് എന്ത് ചെയ്താൽ മതി? ആ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പരിഗണനാ മാധ്യം, അടുത്തത് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. ഇവിടെ ഫ്രീക്വൻസിക്ക് പ്രകാരം ചില വെയ്റ്റുകളായിരിക്കും തരും, ചില വെയ്റ്റുകൾ തരും. അഥവാ x1 x2 xn എന്നീ വിലകളുടെ പരിഗണനാ സംഖ്യ അഥവാ വെയ്റ്റഡ് ആണ് തന്നിട്ടുള്ളത്. വെയ്റ്റഡ് മീൻസ് എന്ന് പറയുന്നത് കേട്ടോ. W1 W2 W3 നമുക്ക് 2 ടേബിൾ കിട്ടും. ജസ്റ്റ് അതിനെ ഫ്രീക്വൻസി ആയി കൺസിഡർ ചെയ്യാൻ തന്നെ നമുക്ക് ഇക്വേഷൻസ് കണ്ടോ. എഫിൻ്റെ സ്ഥാനത്ത് ഒരു W എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. x1 x2 x3 f1 f2 f3 ഓക്കെ, എന്തായിക്കോട്ടെ. അങ്ങനെയെങ്കിൽ പരിഗണനാ മാധ്യം എന്താണ്? സിഗ്മ ഡബ്ല്യു എക്സ് ബൈ സിഗ്മ ഡബ്ല്യു. എഫിൻ്റെ സ്ഥാനത്തൊരു ഡബ്ല്യു എന്ന് അത്രേ ഉള്ളൂ. ഓക്കെ, ഈ സംയുക്ത മാധ്യം അത് പഠിച്ചു വെക്കുക കേട്ടോ. പ്രാപ്താംഗങ്ങളുടെ 2 പ്രാപ്താംഗങ്ങൾ n1 n2 ആയിട്ടുള്ള 2 ഗ്രൂപ്പുകളുടെ മാധ്യങ്ങൾ x1 ബാർ x2 ബാർ എന്നിവയായാൽ ഇവരുടെ സംയുക്ത ഗ്രൂപ്പിന് അഥവാ രണ്ടും കൂടി ചേരുമ്പോഴുള്ള മാധ്യം എന്ന് പറയുന്നത് n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ആണ്. ഓക്കെ, സംയുക്ത മാധ്യം, കമ്പൈൻഡ് മീൻ. ഇനി നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസുകളാണ് അടുത്തത്. നമുക്ക് 8, 9, 11, 2x എന്നിവയുടെ മാധ്യം 10 ആയാൽ എക്സ് എത്രയെന്നാണ് ചോദ്യം. ഇവിടെ മാധ്യം തന്നിട്ടുണ്ട്, എക്സിന്റെ വിലയാണ് കാണേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാധ്യം തന്നിട്ടുണ്ട്, എക്സിന്റെ വില കാണണം. അപ്പൊ നമുക്ക് മാധ്യം തന്നത് കൊണ്ട് തന്നെ മാധ്യം കാണാനുള്ള ഇക്വേഷൻ കൊടുക്കാം. തുക ബൈ എണ്ണാണ് അല്ലെ. സം ബൈ നമ്പർ ഓഫ് ടേംസ് ആണ് എന്ത്? മാധ്യം അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത്. ഇതില് മാധ്യം തന്നിട്ടുണ്ട്, അപ്പൊ മാധ്യത്തിന്റെ സ്ഥാനത്ത് 10 കൊടുക്കുക. തുക എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ് അല്ലെ. 9ഉം 8ഉം 17, അല്ലെങ്കിൽ 11ഉം 9ഉം 20, 20ഉം 8ഉം 28 പ്ലസ് 2x ബൈ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. കണ്ടോ, 28 പ്ലസ് 2x ബൈ 4 എന്ന് വരും. ഈ 4നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ 10 × 4 40 ഇനി 28നെ അപ്പുറത്ത് കൊണ്ടുപോകാം. 40 മൈനസ് 28 ഓക്കെ, 40 28 പോയാൽ 12 എന്ന് കിട്ടും. ഇനി 2നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 12 ബൈ 2 12 ബൈ 2 6. അപ്പൊ എക്സിന്റെ വില എത്രയാ? 6. ഓക്കെ, അപ്പൊ എക്സിന്റെ വില എത്രയാ? 6. ഓക്കെ ആണേ. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ഞാൻ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. മലയാളത്തിലായിരിക്കും നമുക്ക് ഉണ്ടാവും, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ മലയാളത്തിൽ കണ്ടാലും മനസ്സിലാവുമല്ലോ. മാധ്യം എന്നുള്ള വേർഡുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലേ. നോക്കിക്കോളാം. ആൻ അംബ്രല്ല മാനുഫാക്ചറിങ് കമ്പനി വാണ്ട് ടു ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ എ സ്റ്റേറ്റ്. ഒരു അംബ്രല്ല, ഒരു കുട നിർമ്മിക്കുന്ന കമ്പനിക്ക് പുതിയൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ഉൽപ്പന്നം പുതുതായിട്ട് പുറത്തിറക്കണം. ദ റെയിൻഫോൾ ഇൻ സെന്റിമീറ്റർ ഇൻ ദ സ്റ്റേറ്റ് ഫോർ ദ ലാസ്റ്റ് 5 years. ആ സ്റ്റേറ്റിൽ കഴിഞ്ഞ 5 വർഷത്തിലുള്ള റെയിൻഫോൾ, മഴയുടെ വീഴ്ചയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 120, 135, 110, 142, 150. ഫൈൻഡ് ദ ആവറേജ് റെയിൻഫോൾ ഓഫ് ദ സ്റ്റേറ്റ് ഫോർ ദ ലാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ സ്റ്റേറ്റിലുള്ള ആവറേജ് മഴയുടെ അളവാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. സിഗ്മ എക്സ് ബൈ എൻ ആണ്. ഇവിടെ തന്നിട്ടുള്ള എല്ലാ എക്സുകളും ഇരുന്ന് കൂട്ടിയാൽ മതി. ഏതൊക്കെയാ? ഒന്ന് 120, 135, 110, 142, 150. ഇങ്ങനെ വരുമ്പോൾ 5ഉം 2ഉം 7 വരും. പിന്നെ 3ഉം 2ഉം 5, 5ഉം 3ഉം 6, 6ഉം 4ഉം 10ഉം 5ഉം 15. 15ക്ക് 5 ഇഷ്ടം 1, 1, 2, 3, 4, 5, 6, 657. 657 ബൈ 5 സം ബൈ എണ്ണാണല്ലോ. ഇനി 657നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ഡിവിഷനൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ. 6 5 പോയാൽ 1, 15 അറക്കി എഴുതി. 3 5 15, 15 15 പോയാൽ 0, 7 അറക്കി എഴുതി. 7ലോ 1 5 5, 7 5 പോയാൽ 2, 0 ഇട്ടു, പോയിന്റ് ഇട്ടു, 4 5 20, 131.4 സെൻറ്റിമീറ്റർ. ഇതാണ് അവിടുത്തെ ആവറേജ് റെയിൻഫോൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് ദ ആവറേജ് സ്കോർ ഓഫ് എ സ്റ്റുഡൻറ് ഫോർ ദ ഫസ്റ്റ് 4 ക്ലാസ് ടെസ്റ്റ് വാസ് 40. ആദ്യത്തെ 4 പരീക്ഷയ്ക്ക് ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്കിന്റെ മാധ്യം എന്ന് പറയുന്നത് 40 ആണ്. ഇഫ് ഇൻ ദ 5th ടെസ്റ്റ് ഹി ഗോട്ട് ദ സ്കോർ ഓഫ് 45. 5ാമത്തെ ടെസ്റ്റിന് 45 മാർക്കാണ് കിട്ടിയത്. ഫൈൻഡ് ദ ന്യൂ മീൻ സ്കോർ. ഇപ്പോഴത്തെ മീൻ എത്രയാണെന്നാണ് ചോദിച്ചത്. ഓരോന്നിക്കും 45 കൂട്ടിയെന്നല്ല പറഞ്ഞു കേട്ടോ. 5ാമത് പുതിയതായിട്ട് ഒരാളും കൂടി വന്നിക്കാണ്. അപ്പൊ ആദ്യം നമുക്ക് 4 എണ്ണത്തിന്റെ സമ്മ് കാണാം. 4 എണ്ണത്തിന്റെ മാധ്യമാണ് തന്നിട്ടുള്ളത്, അതിന്റെ സമ്മ് കാണാം. അതിന്റെ കൂടെ 45 കൂടിയും കൂട്ടിയാൽ 5 എണ്ണത്തിന്റെ ആയില്ലേ. അതായത് ഒരാൾക്ക് 4 എക്സാമിന്റെ മാർക്ക് ഉണ്ട്. X1 X2 X3 അങ്ങനെ X4 വരെ ഉണ്ട്. ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് അതിൻ്റെ സമ്മിനെ 4 കൊണ്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ആവറേജ് 40 കിട്ടിയത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ഇങ്ങോട്ട് വരുമ്പോൾ സമ്മ് കിട്ടുമല്ലോ. അതായത് 1 മുതൽ 4 വരെയുള്ള സംഖ്യ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക എന്നുള്ള സമ്മ് കിട്ടും. ആ സമ്മിൻ്റെ കൂട്ടത്തേക്ക് ഈ 5ാമത്തെ നമ്പറിനും കൂടിയും കൂട്ടിയാൽ 5 നമ്പറിൻ്റെ സമ്മായി. എന്നിട്ട് 5 ഡിവൈഡ് ചെയ്താൽ മതിയായില്ലേ. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് സമ്മ് കാണാം. ആവറേജ് 40 തന്നിട്ടുണ്ട്. സം ബൈ 4 ആണ് 40. ഈ 40 ഇപ്പുറം വരുമ്പോൾ 140 × 4 160 ആയി. ഇനി 160ക്ക് 45 കൂടിയും കൂട്ടുക. ഇൻ ദ 5th ടെസ്റ്റ് ഹി ഗോട്ട് സ്കോർ ഓഫ് 45. അപ്പോൾ സമ്മ് എത്രയാവും? 160ക്ക് 45 കൂടിയും കൂട്ടുമ്പോൾ 205 ആയി. ഓക്കെ. 160ക്ക് 40 കൂട്ടുമ്പോൾ 200 ആയി. പിന്നെ ഒരു 5 കൂടി. ഇനി ആവറേജ് കാണണം. 205/5 ചെയ്താൽ മതി. ഓക്കെ. 205/5 പറയുമ്പോൾ 20ൽ എത്ര 5 ഉണ്ട്? 4 എണ്ണം. 5ൽ എത്ര എണ്ണം ഉണ്ട്? 1. 41. അപ്പോൾ അവിടുത്തെ ആവറേജ് എത്രയാണ്? ഇപ്പോഴത്തെ ആവറേജ് എത്രയായി? 5 എക്സാമും കൂടി കഴിഞ്ഞപ്പോൾ ടോട്ടൽ ആവറേജ് എത്രയായി? 41 ആയി. ഓക്കെ. The mean of a group of 100 observation is known to be 50. Later it was discovered that 2 observations were misread as 92 and 8 instead of 192 and 88. Find the correct mean. അതായത് 100 ഒബ്സർവേഷൻ്റെ മീൻ കണ്ടപ്പോൾ 50 കിട്ടി. എത്ര ഒബ്സർവേഷൻ ആണ്? മീൻ ടോട്ടൽ 100 ഒബ്സർവേഷൻ ആണ്. അതിൻ്റെ മീൻ കണ്ടപ്പോൾ എന്ത് കിട്ടി? 50 കിട്ടി. അപ്പം നമുക്ക് സമ്മ് കാണാലോ. സം ബൈ 100 ചെയ്തപ്പോൾ സമ്മ് അറിയണത് എത്രയാണെന്ന് അറിയില്ല നമുക്ക്. 100 ഒബ്സർവേഷൻ ആണ്. അത് ചെയ്യുമ്പോഴാണ് മീൻ. അത് 50 ആണ്. ഇതിൽ നിന്ന് നമുക്ക് സമ്മ് കിട്ടും അല്ലേ. 50-നപ്പുറത്ത് 100-നപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 5000 എന്ന് കിട്ടും. ഇനി ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 92ഉം 8ഉം തെറ്റായിട്ടാണ് നമ്മൾ വായിച്ചത്. മിസ്റീഡ് ചെയ്തു. 192, 88 എന്നീ സംഖ്യകൾക്ക് പകരം 92, 8 എന്നിങ്ങനെയാണ് വായിച്ചത്. അപ്പോൾ ഒറിജിനൽ എത്രയാണെന്ന് ചോദിച്ചത്. അതായത് നമ്മൾ കൂട്ടിയിരിക്കുന്ന 92, 8 ആണ് കേട്ടോ. അതൊക്കെ കൂട്ടിയപ്പോഴാണ് നമുക്ക് 5000 കിട്ടിയത്. അപ്പോൾ ഈ 5000ത്തിൽ നിന്ന് 92ഉം 8ഉം കൂടി മൈനസ് ചെയ്താൽ 92ഉം 8ഉം മൈനസ് ചെയ്താൽ ആ 2 എണ്ണം അതിന് പോയി. പിന്നെ ഈ പുതിയ നമ്പറിനായിക്ക് കൂട്ടിയാൽ കറക്റ്റ് സമ്മ് കിട്ടൂലേ. എന്നിട്ട് അതിന് 100 ഡിവൈഡ് ചെയ്താൽ പോരെ. മനസ്സിലായില്ലേ? 5000 കിട്ടി. അത് 92, 8ഉം വായിച്ച് കൂട്ടിയപ്പോഴാണ് 5000 കിട്ടിയത്. ഈ 5000ത്തിൽ നിന്ന് 92ഉം 8ഉം കൂടിയാണ് മൈനസ് ചെയ്തിട്ട് അതിലേക്ക് ഈ 192ഉം അതിന് പകരം 92-ന് പകരം 192ഉം 8-ന് പകരം 88ഉം കൂടിയാണ് കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ സമ്മ് കിട്ടൂലേ. പിന്നെ 100 ഒബ്സർവേഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ 100 ഡിവൈഡ് ചെയ്താൽ പോരെ. ഈ 2 എണ്ണം പുതിയത് ആഡ് ചെയ്തതല്ല. 92നും 8നും പകരം അത് രണ്ടും തെറ്റി വായിച്ചാണ്. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? മീൻ 50 ആണ്. ഇതിൽ നിന്ന് നമുക്ക് സമ്മ് കിട്ടും. സമ്മ് 50 × 100 5000. ഈ 5000ത്തിൽ നിന്ന് മിസ്റീഡ് ചെയ്തത് 92ഉം 8ഉം ആണ്. അത് 192, 88 ആണ്. അപ്പോൾ 92ഉം 8ഉം മൈനസ് ചെയ്തിട്ട് 92, 8ഉം മൈനസ് ചെയ്തിട്ട് 192, 88ഉം കൂട്ടണം. ഓക്കെ. 92ക്ക് 8 കൂട്ടുക. 8ഉം 2ഉം 10, 9 10 100 ആണ്. അപ്പം 5000ത്തിൽ നിന്ന് 100 പോയാൽ 4900 ഉണ്ടാവും. 92 ഇതിൽ നിന്ന് 92 പോയി. അപ്പോൾ
പിന്നെ ഒരു 8ഉം 92 8 100 അപ്പോൾ 100 പോയപ്പോൾ എത്രയായി 4900. അതിലേക്ക് ഒരു 192 കൂട്ടണം, പിന്നെ ഒരു 88 കൂട്ടണം. അപ്പോൾ 8 2 10ക്ക് 0, ശിഷ്ടം 1 വരും. 9 1 10 8 18ക്ക് 8, ശിഷ്ടം 1 9 1 10 1 11, ശിഷ്ടം 1 4180. സോറി 5180, 5 5180. 100 ഒബ്സർവേഷൻ അല്ലേ? അപ്പോൾ 5180/100 വരും. താഴെ 2 0 അപ്പോൾ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ 51.80 അല്ലെങ്കിൽ 51.8 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ഈ ചോദ്യം? ഓക്കെ. ഇനി അടുത്തത് ഇവിടെ ഒരു ടേബിൾ ആണ് തന്നിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദ മീൻ. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ആണ്. ഒരു നമ്പർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റൊരു ഫ്രീക്വൻസി. ഇവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം, സോറി FX കാണണം കേട്ടോ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അടുത്തത് വരുമ്പോഴാണ് കേട്ടോ. ഓക്കെ, മധ്യാംഗം വരുമ്പോഴാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. മീനിന് നമ്മൾ ഡിസ്ക്രീറ്റ് വരുമ്പോൾ സിഗ്മ FX/സിഗ്മ F ആണ്. സിഗ്മ F എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മാണ് ഫ്രീക്വൻസിയുടെ. ഇനി FX കാണണം. ഇത് രണ്ടും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. 49 × 1 49 കിട്ടും. 53 × 2 106 കിട്ടും. 54 × 4 44 16 14 21 21. പിന്നെ 5 25 5 25 2 27 കണ്ടോ. 6 3 18 6 3 18 1 19 2 8 16 6 2 12 1 13 136 140 80. ഇനി സിഗ്മ FX കാണണം. ഈ കാണുന്ന നമ്പറുകളുടെ ഒക്കെ സമ്മ് ഇതെല്ലാം കൂട്ടുക. ഇതെല്ലാം കൂട്ടുമ്പോൾ സിഗ്മ F എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ സമ്മാണ് കേട്ടോ. ഇതാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് 1 2 3 4 3 7 7 3 10 15 15 15 1 16 18 20 കണ്ടോ. ഇനി ബാക്കിയുള്ളത് സിഗ്മ FX കാണുമ്പോൾ 1200 കിട്ടും. ഓഡ് നമ്പറുകൾ കൂട്ടിയൊക്കെ നമുക്ക് ആദ്യം 0 0 6 8 8 2 14 14 14 5 19 19 20 25 25 25 6 31 31 9 40ക്ക് 0, ശിഷ്ടം 4 വരും. 4 4 8 8 8 1 9 9 7 16 16 16 4 25 25 25 3 28 28 4 32 32 8 40ക്ക് വീണ്ടും 0, ശിഷ്ടം 4 4 5 7 9 10 11 12 1200. അപ്പോൾ സിഗ്മ FX 1200, സിഗ്മ F 200. ഇനി മീന് കാണണം. സിഗ്മ FX/സിഗ്മ F 1200/20 0 0 വെട്ടിപ്പോവും. പിന്നെ 120നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 കിട്ടും. അപ്പോൾ ഇവിടുത്തെ മീൻ എത്രയാണ്? 60. ഇവിടുത്തെ മീൻ എത്രയാണ്? 60. ഇനി അടുത്തത് തുടരാവർത്തി പട്ടിക. തുടരാവർത്തി പട്ടികയിൽ X ഇല്ല. ഓക്കെ, തുടരാവർത്തി പട്ടികയിൽ ആരില്ല? X ഇല്ല. അപ്പൊ ആദ്യം നമ്മൾ ആരെ കാണണം? X കാണണം. ഓക്കെ, ഈ മധ്യവിലകൾക്കാണ് നമ്മൾ എന്ത് പറയാ? X എന്ന് പറയുന്നത്. എന്തിനാണ്? മധ്യവിലകൾക്കാണ് നമ്മൾ X എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനിനി ഇതിന്റെ മധ്യവിലകൾ കാണാൻ പോവാണ് കേട്ടോ. ഇതാ നോക്കിയാ, അത് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ ടേബിൾ കാണിച്ചു തരാം. 0ന്റെയും 10ന്റെയും മധ്യവില 0 10 കൂട്ടിയിട്ട് അതിന്റെ പകുതി 5 വരും. 20 30 കൂട്ടിയാൽ 20 10 കൂട്ടിയാൽ 30, അതിന്റെ പകുതി 15. മധ്യവിലകൾ കാണാൻ വേറൊരു വഴി നമ്മൾ പറഞ്ഞിരുന്നത് മുമ്പ്. എങ്ങനെയാ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 10. അതിന്റെ പകുതി ഫസ്റ്റത്തെ നമ്പർക്ക് കൂട്ടുക. 10ന്റെ പകുതി 5 25. അപ്പോൾ ഇവിടെയോ ഇതും 10 ആണ്. അതിന്റെ പകുതി 5 കൂട്ടുമ്പോൾ 35 45 55 65 എന്ന് വരും. കണ്ടോ? ഓക്കെ, 0ന്റെയും 10ന്റെയും വ്യത്യാസം 10 ആണ്. അതിന്റെ പകുതി 5 കൂട്ടുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂട്ടുക. ഏത് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നോക്കിയാൽ 10 20 30, 30ന്റെ പകുതി 15, 30 20 50, 50ന്റെ പകുതി 25, 40 30 70, 70ന്റെ പകുതി 35, 50 40 90, 90ന്റെ പകുതി 45. കണ്ടോ? ഇനി FX മൾട്ടിപ്ലൈ. ഇതാണ് F ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5 25 15 × 7 7 5 35, ഇഷ്ടം 3 8 1 7 3 10.
17 × 25 ചെയ്യുമ്പോൾ 425 കിട്ടും. 12 × 35 420, 5 × 45 225, 2 × 55 110, 7 × 65 455. ഇനി മീൻ കാണാൻ ഇക്വേഷൻ എന്താണ്? സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് തന്നെയാണ്. ആദ്യം എഫ് കാണുക. എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഷ്യൻസ്. 5 5 7 7 3 10 2 12, 12 10 22, 22 7 29, 29 10 39 2 41, 41 5 46, 46 48, 48 50 55. സിഗ്മ എഫ് 55. ഇനി സിഗ്മ എഫ് എക്സ് കാണണം. ഇതെല്ലാം കൂടിയും കൂട്ടാനാണ്. ഞാൻ ഇങ്ങനെയാണ് പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. 5 10 15 20 25ക്ക് 5 വരും. ശിഷ്ടം 2 2 2 4 4 2 6 8 10 10 5 15 1 16ക്ക് 6 ശിഷ്ടം 1 1 1 2 4 2 6 6 4 10 12 1 13 13 4 17 1765. ഇനി 1765നെ 55 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മളുടെ മീൻ എന്ന് പറയുന്നത്. 1765നെ 55 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 17 170 എത്ര 55 ഉള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, 355 വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 255 355 വരുമ്പോൾ 3 15ക്ക് 5 ശിഷ്ടം 1 വരും. ഓക്കെ, 3 15 15 1 16 165 വരും. അപ്പോൾ ഇവിടെ 3 5 15 15 1 16, 6 5 പോയാൽ 1, 7 6 പോയാൽ 2, 5 6 സോറി 7 6 പോയാൽ 1 കേട്ടോ. ഓക്കെ, 6 5 പോയാൽ 1, 7 6 പോയാൽ 1, 5 6 6 1 7. ഓക്കെ, 5 അറക്കി എഴുതി. ഇപ്പോഴോ 2 55 5 5 10 130 110 വരും അല്ലേ. 1 5 5 10ക്ക് 0 ഇഷ്ടം 1 2 5 10 1 11 5 0 0 വരും. ഇനി ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു നമ്മൾ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ഇനി 50ൽ 55 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ 0 ഇട്ടു. ഇനി ഇവിടെ നമ്മളൊരു 0 കൂടി ഇട്ട് കൊടുത്തു. 500ൽ എത്ര 55 ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, 500ൽ എത്ര 55 ഉണ്ട് എന്നാണ്. 55 ഒരു 10 വരുമ്പോൾ 550 ആവും. 10 വരുമ്പോൾ എത്രയാവും? 550. അപ്പോൾ 9 ചാൻസ് ഉള്ളൂ, 10 വരില്ല. അപ്പോൾ 55 × 9, കാരണം 550 55 വർഷം 500ൻ്റെ താഴെ പോവും. 9 5 45ക്ക് 5 ശിഷ്ടം 4 വരും. 9 5 45 4 49 കണ്ടോ, 495 കിട്ടും. അപ്പോൾ ഇവിടെ 9 495. 500 495 പോയാൽ എത്രയാ? 5. വീണ്ടും ഇതേപോലെ ആവർത്തിക്കുകയാണ് ചെയ്യുക. കാരണം ഇനി 50 ഇടും, 50ക്ക് ഇല്ല 0, വീണ്ടും 500 വരും. അപ്പോൾ 9. അപ്പോൾ 32.090909 ആണ്. അത് 32.09 എന്ന് എഴുതാം. അപ്പോൾ മാധ്യം കാണുന്നതൊക്കെ ഓക്കെ ആയല്ലോ. ഓക്കെ, in a class test taken by 4 boys and 6 girls, the boys obtained a mean score. The boys obtain a mean score of 35 and the girls obtain a mean score of 75. What would be the mean score of all the students taken together? Combined mean കാണാനാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബോയ്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഗേൾസ് തന്നിട്ടുണ്ട്. ബോയ്സിൻ്റെ മീൻ തന്നിട്ടുണ്ട്, ഗേൾസിൻ്റെ മീൻ തന്നിട്ടുണ്ട്. N1 N2 ഉണ്ട്, X1 ബാറും X2 ബാറും ഉണ്ട്. എന്താ നമ്മുടെ ഇക്വേഷൻ? N1 X1 ബാർ പ്ലസ് N2 X2 ബാർ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഓക്കെ, ഇത് X1 ബാർ ആണ് കേട്ടോ. X1 ബാർ X2 ബാർ. ഇനി കൊടുക്കുക 4 × 35 പ്ലസ് 6 × 75 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 4 പ്ലസ് 6. 35 × 4 ചെയ്യണം. 35 × 4 4 20ക്ക് 0 ഇഷ്ടം 2 വരും. 3 12 12 2 14. 75 × 6 6 5 30ക്ക് 0 ശിഷ്ടം 3 6 42 3 45. ഇനി 450ക്ക് 140 കൂട്ടണം. 0 5 4 9 4 1 5 590. 0 0 വെട്ടിപ്പോവും. N1 N2 6 4 ആണല്ലോ. അപ്പോൾ 0 0 വെട്ടിപ്പോയി. 59/1 59. അപ്പോൾ ഇവരുടെ കമ്പൈൻഡ് മീൻ എത്രയാണ്? 59 ആണ്. ഓക്കെ, 59.
Then the mean weight of a 150 student in a certain class is 60 kilogram. The mean weight of boys in the class 70 kilogram and that of girls is 55 kilogram. Find the number of boys and number of girls in the class. N1 ഉം N2 ഉം തന്നിട്ടില്ല. Total 150 students ആണ്. The mean weight of 150 students in a certain class is 65. അഥവാ കമ്പൈൻഡ് മീൻ തന്നിട്ടുണ്ട്. ദ മീൻ വെയിറ്റ് ഓഫ് ബോയ്സിന്റെ സെപ്പറേറ്റ് തന്നിട്ടുണ്ട് 70 ഗേൾസിൻ്റെ സെപ്പറേറ്റ് തന്നിട്ടുണ്ട് 55 അഥവാ x1 ബാർ തന്നിക്കണ് x2 ബാർ തന്നിക്കണ്. N1 പ്ലസ് N2 തന്നിട്ടുണ്ട്, N1 N2 തന്നിട്ടില്ല. നോക്കിയേ, കമ്പൈൻഡ് മീൻ 60 തന്നിട്ടുണ്ട്, 150 സ്റ്റുഡൻസ്. അതിൽ ടോട്ടൽ 150 സ്റ്റുഡൻസ് ആണ്. അതിൽ ഫസ്റ്റ് ബോയ്സിന്റെ എണ്ണത്തിന് ഞാൻ എക്സ് എടുത്തു. അപ്പൊ ഗേൾസിന്റെ എണ്ണം എന്തായിരിക്കും? 150 മൈനസ് എക്സ് ആയിരിക്കും. ഇനി ബോയ്സിന്റെ കമ്പൈൻഡ് മീൻ 60 ഞാനിവിടെ ഇക്വേഷൻ കൊടുത്തു. N1 ഞാൻ എക്സ് ആക്കി എടുത്തു, അഥവാ ബോയ്സിന്റെ എണ്ണത്തിന് ഞാൻ എക്സ് ആക്കിയിട്ടാണല്ലോ എടുത്തത്. അത് N1 എന്ന് കൊടുത്തു. ഇതിന് ഞാൻ N2 എന്നും കൊടുത്തു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ N1 എക്സ് ആണെന്നുണ്ടെങ്കിൽ x1 ബാർ എത്രയാ? ബോയ്സിൻ്റെത് 70. അതവിടെ കൊടുക്കുക. എക്സ് ഇൻറ്റു 70 പ്ലസ് N2 എന്ന് പറയുന്നത് 50 മൈനസ് എക്സ് ആണ്. ഗേൾസിന്റെ മീൻ അത് 55, അതും കൊടുത്തു. ഡിവൈഡർ ബൈ 150, ടോട്ടൽ 150 അഥവാ N1 പ്ലസ് N2 എന്ന് പറയുന്നത് 150 ഈക്വൽ ടു 60. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 150 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 150 ഇൻറ്റു 55 അത് പറയുന്നത് 15 ഇൻറ്റു 55 ചെയ്താൽ മതി. ഓക്കെ, 5 25 5 ഇഷ്ടം 2 വരും, 5 5 5 2 7. 5 25 2 5 2 7 കണ്ടോ? 5 7 3 10 2 12 ഇഷ്ടം 3 8. ഒരു പൂജ്യമല്ലുള്ളത്, ആ പൂജ്യം ഇട്ട് കൊടുക്കുക. 8250. ഇനി 60 ഇൻറ്റു 150 ചെയ്യാൻ 15 ഇൻറ്റു 6 ചെയ്യാം. 15 ഇൻറ്റു 6 ചെയ്യാം. 6 5 30 0 ശിഷ്ടം 3 1 6 6 3 9. എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം. അത് ഇവിടെ ഇട്ട് കൊടുക്കുക. 9000 കണ്ടോ? ഇനി 70x നിന്ന് 55x പോയി. 70 നിന്ന് 55 പോയ ബാക്കി എത്ര ഉണ്ടാവും? 15. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. ഇനി ഈ 8250 അപ്പുറത്ത് കൊണ്ടുപോയി. 9000 നിന്ന് 8250 പോയി. 9000 നിന്ന് 8000 പോയ ബാക്കി 1000. 1000 നിന്ന് 250 പോയ ബാക്കി 750. ഇനി ഈ 15 അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഓക്കെ, 750/15. 75 എത്ര 15 ഉണ്ട് നോക്കിയാൽ മതി. 15 15 30 2 15 30. അപ്പം 4 15 60. ഒരു 15 കൂടിയും വരുമ്പോൾ 75 ആവും. അപ്പോൾ 5 എണ്ണം ഉണ്ട്. ഓക്കെ, 75 5 എണ്ണം വരും. ഒരു 0 ഉണ്ട്, ആ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 50. എക്സ് എന്ന് പറയുന്നത് ബോയ്സ് ആണ്. ബോയ്സിൻ്റെ എണ്ണം 50. അപ്പോൾ ഗേൾസ് എത്ര ഉണ്ടാവും? 150 നിന്ന് 50 പോയാൽ ബാക്കി 100 ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ കമ്പൈൻഡ് മീൻ മനസ്സിലായല്ലോ. നേരത്തെ കമ്പൈൻഡ് മീൻ കാണാനായിരുന്നു, ഇവിടെ കമ്പൈൻഡ് മീൻസ് തന്നിട്ട് നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും കാണാനാണ്. ടോട്ടൽ നമ്പറുകളൊക്കെ തന്നിരുന്നു കേട്ടോ. ടോട്ടൽ 150 ആൾക്കാർ. അപ്പോൾ N1 N2 കൂട്ടിയാൽ 150 ആണ്. അതിൽ N1 എത്രയാണ് N2 എത്രയാണെന്നുള്ളതാണ് കാണേണ്ടത്. ഓക്കെ ആണേ. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേ നമുക്കിതിൽ സ്പീഡ് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാത്സ് പ്രോബ്ലം ചെയ്തേണ്ട സമയം കളയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് മാധ്യത്തിനെ കുറിച്ചിട്ടാണ്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും. മീൻ നമ്മൾ പറഞ്ഞു കേന്ദ്ര പ്രവണത, സെൻട്രൽ ടെൻഡൻസി. വിവിധ തരം കേന്ദ്ര പ്രവണതകളുണ്ട്. ഏതൊക്കെയാണ്? മാധ്യം, മധ്യാങ്കം, മോഡ്, ജാമിതീയ മാധ്യം, സന്തുലിത മാധ്യം. അഥവാ മീന്, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. അതിൽ ഇന്ന് നമ്മൾ പറഞ്ഞത് മാധ്യത്തിനെ കുറിച്ചിട്ടാണ്. മാധ്യത്തിൽ തന്നെ റോ ഡാറ്റ ഉണ്ട്, അസംസ്കൃത ഡാറ്റ. സിഗ്മ x/n തന്നിട്ടുള്ള നമ്പറുകളൊക്കെ കൂട്ടുക, എണ്ണം കൊണ്ട് ഹരിക്കുക. പിന്നെ വേറിട്ട ആവർത്തി പട്ടിക, ഒരു നമ്പറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയും. അവിടെ സിഗ്മ FX ബൈ ക്യാപിറ്റൽ ലെറ്റർ N. ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ F. പിന്നെ തുടരാവർത്തി പട്ടിക, അവിടെയും അതേപോലെ തന്നെ. അവിടെ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാലോ, 0 to 10 ഇങ്ങനെയാണ് വരിക. 0 to 10, 10 to 20, 30 to 20 to 30 ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം ഇതിൻ്റെ മിഡ് വാല്യൂ കാണണം. ഇതിൻ്റെ മിഡ് വാല്യൂ 5 വരും, ഇതിൻ്റെ മിഡ് വാല്യൂ 15 വരും. മിഡ് വാല്യൂ കാണണം എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഇത് രണ്ടും കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം എത്രയാണോ അതിൻ്റെ പകുതി ഫസ്റ്റത്തെ നമ്പർക്ക് കൂട്ടുക. ഓക്കെ, അങ്ങനെ മിഡ് വാല്യൂ കണ്ടിട്ട് അതിനെ നമ്മൾ എക്സ് ആക്കി എടുക്കും. അതിനുശേഷം വീണ്ടും FX കാണും. സിഗ്മ FX ഡിവൈഡർ ബൈ
സിഗ്മ എഫ് അഥവാ നമ്പർ ഓഫ് ടേംസ്, സിഗ്മ എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ സമ്മ്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ പറഞ്ഞു, അഥവാ സിഗ്മ ഡബ്ല്യു എഫ് ഡിവൈഡ് ബൈ സിഗ്മ ഡബ്ല്യു. പിന്നെ കമ്പൈൻഡ് മീൻ പറഞ്ഞു, N1 ബാർ പ്ലസ് N2 ബാർ ഡിവൈഡ് ബൈ N1 പ്ലസ് N2. അതേപോലെ തന്നെ ഒരു ഒബ്സർവേഷൻ്റെ മീൻ തന്നിട്ട് ആ ഒബ്സർവേഷനിലേക്കൊക്കെ ഒരു സംഖ്യ കൂട്ടിയെ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നമ്പറുകളുടെ മീൻ പറയുന്നത് എന്താണ്, പഴയ മീനിൻ്റെ കൂടെ ആ കൂട്ടിയെ കുറയ്ക്കുകയോ ചെയ്ത നമ്പർ എന്ത് ചെയ്താൽ മതി, എന്താ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുക, കുറക്കുകയാണെങ്കിൽ കുറക്കുക. ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും പറയണത്, ഒരു നമ്പർ കൊണ്ട് എല്ലാ ഒബ്സർവേഷനും ഗുണിച്ചു കഴിഞ്ഞാൽ മീനിനെ എന്ത് ചെയ്താൽ മതി, ആ നമ്പർ കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ചെയ്തു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഇത് നോക്കണം. അടുത്ത നമുക്ക് ഇനി മധ്യാങ്കുണ്ട്, മോഡുണ്ട്, ജാമിതീയ മാധ്യമുണ്ട്, സന്തുലിത മാധ്യം, അതേപോലെ തന്നെ വേറെയും കുറേ ഉണ്ട്. പാർട്ടേലും കോട്ടേൽ ഡീവിയേഷനൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട്. നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമുക്ക് കവർ ചെയ്യാം. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.